നമസ്കാരം. ഒമാന് സമീപം ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പിടിച്ചെടുത്ത ചരക്കു കപ്പലിലെ 17 ഇന്ത്യക്കാരെ നേരിൽ കാണാൻ ഇന്ത്യൻ അധികൃതരെ ഉടൻ അനുവദിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാൻ അറിയിച്ചു. ഇവരിൽ 4 പേരാണ് മലയാളികൾ. എല്ലാവരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാരും കപ്പൽ അധികൃതരും അറിയിച്ചു. സെക്കൻഡ് ഓഫീസർ വയനാട് മാനന്തവാടി സ്വദേശി PV ധനേഷ്, സെക്കൻഡ് എഞ്ചിനീയർ കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ്, തേർഡ് എഞ്ചിനീയറായ പാലക്കാട് കേരളശ്ശേരി സ്വദേശി S സുമേഷ്, ട്രെയിനിയായ തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻഡസ ജോസഫ് എന്നിവരാണ് MSC ഏരീസ് കപ്പലിലെ മലയാളികൾ. ഇവരിൽ സുമേഷും ആനും ശ്യാംനാഥും ആശങ്ക വേണ്ടെന്നറിയിച്ച് ഇന്നലെ രാത്രി വീട്ടുകാരെ വിളിച്ചു. ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ കമാൻഡോകൾ കപ്പൽ പിടിച്ചെടുത്തത്. ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ കമ്പനിക്ക് ബന്ധമുള്ള കപ്പലാണിത്. ഇന്ത്യക്കാരെ ഉടൻ വിട്ടയക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ഫോൺ ചർച്ചയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവശ്യപ്പെട്ടു. അതേസമയം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ MSC ഏരീസ് ചരക്ക് കപ്പലിലുള്ള തൃശൂർ സ്വദേശി ആൻഡസ ജോസഫ് വീട്ടിലേക്ക് വിളിച്ച് സുരക്ഷിതയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കപ്പലിലുള്ളവർ എല്ലാവരും സുരക്ഷിതരാണെന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നും ആൻ അറിയിച്ചതായി കുടുംബം ഒരു മാധ്യമത്തോട് പറഞ്ഞു. 1 മണിക്കൂർ നേരത്തേക്ക് ഫോൺ ഉപയോഗിക്കാനാണ് സൈന്യം അനുമതി കൊടുത്തത്. ഇനി എപ്പോൾ ഫോൺ ലഭിക്കുമെന്ന് അറിയില്ലെന്നും ഫോൺ കോൾ എത്തിയില്ലെങ്കിലും വിഷമിക്കരുതെന്നും പറഞ്ഞാണ് ആൻഡസ ഫോൺ വെച്ചതെന്നും കുടുംബം പറയുന്നു. കപ്പലിലുള്ള സൈനികരിൽ നിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. കപ്പലിലെ ജീവനക്കാർ അവരുടെ ജോലി തുടരുകയാണെന്നും ആൻഡസ കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ സൈന്യം കപ്പലിലുള്ളവർക്ക് ഫോൺ കൊടുക്കുമെന്നും കപ്പലിൽ നിന്നും ഫോൺ കോൾ ഏത് നിമിഷവും വന്നേക്കുമെന്നും എംബസിയിൽ നിന്ന് കുടുംബത്തിന് വിവരം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ആൻഡസയുടെ ഫോൺ കോൾ കുടുംബത്തെ തേടി എത്തിയത്. കപ്പലിൽ കുടുങ്ങിയവരെ മോചിപ്പിക്കാൻ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. കപ്പൽ കമ്പനിയുടെ മുംബൈ ഓഫീസ് അധികൃതരും സംസാരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 8ഓടെ ശ്യാംനാഥ് വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പിന്നീട് നേരിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ശ്യാംനാഥ് 10 വർഷമായി ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ്. 7 മാസം മുൻപാണ് ഈ കപ്പലിൽ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ മെയ്യിലായിരുന്നു ശ്യാമിന്റെ വിവാഹം. സെപ്റ്റംബറിൽ വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വയനാട് മാനന്തവാടി പാൽവെളിച്ചം പെറ്റംകോട്ട് വീട്ടിൽ PV ധനേഷും ഇതേ കപ്പലിലാണുള്ളത്. 2010 മുതൽ ധനേഷ് വിവിധ ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. 3 വർഷം മുമ്പാണ് MSC ഏരീസ് കപ്പലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഏപ്രിൽ 12-നാണ് ധനേഷ് അവസാനമായി വീട്ടിലേക്ക് സന്ദേശം അയച്ചത്. ഈ മാസം തന്നെ താൻ വീട്ടിലേക്ക് വരുമെന്ന് മകൻ അറിയിച്ചിരുന്നതായി പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. കപ്പൽ പിടിച്ചെടുത്തുവെന്ന് അറിഞ്ഞ ശേഷം മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും വിശ്വനാഥൻ പറഞ്ഞു. 2 മാസം മുമ്പാണ് ധനേഷിന് കുഞ്ഞു പിറന്നത്. കുഞ്ഞിനെ കാണാനായിരുന്നു ഈ മാസം ധനേഷ് വരാനിരുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ശനിയാഴ്ച ഉച്ചയോടെയാണ് UAE-യിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രായേലിന്റെ MSC ഏരീസ് കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്തത്. അതേസമയം കപ്പലിലുള്ള ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി MP വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. സംഭവത്തിൽ ആശങ്കയറിയിച്ച രാഹുൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ PV ധനേഷ് ഉൾപ്പെടെയുള്ള കപ്പലിലെ 17 ജീവനക്കാരെയും സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സർക്കാർ ഇടപെടണം എന്നും ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാന ശ്രമങ്ങൾ നടത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കപ്പൽ പിടിച്ചെടുത്തത് ശക്തമായ മുന്നറിയിപ്പാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പോലെ താനും നാവികരുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണെന്നും കത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി.